ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പം ഇത് നമ്മൾ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇതേ ഞാൻ ചുമ്മാ മുറ്റത്തോടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഈവനിങ് ആയപ്പോഴാണ് എനിക്ക് കുറച്ച് പ്രൊഡക്ടിവിറ്റി തോന്നിയത്. അതുകൊണ്ട് അങ്ങനെ ചെന്നപ്പോൾ ഇതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ചില സമയത്ത് എനിക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യാനൊക്കെ തോന്നും, ചില സമയത്ത് ചുമ്മാ ഇരിക്കാൻ തോന്നും, ചില സമയത്ത് ഫുൾ ടൈം റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്രോളിങ് ആണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ഫ്രഷ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതൊക്കെ എപ്പോൾ എടുത്താൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ഐഷാഡോ അല്ല എന്തായിരുന്നു ഐലൈനർ ഇട്ടു, പിന്നെ ഒരു ലിപ് ബാം കൂടി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്രയർ ചെയ്തു. പിന്നെ നീറ്റ് ഉള്ളത് കാരണം കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. നീറ്റ് ഞാൻ കാര്യമായിട്ട് അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കണം കേട്ടോ. അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോട്ടണിയുടെ ഏത് ചാപ്റ്ററാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് 2-3 ദിവസം മുമ്പ് എടുത്ത് വെച്ച ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ബോട്ടണിയുടെ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഈ സുവോളജി ബോട്ടണി ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കാൻ തോന്നുന്നത് എപ്പോഴും ആ സബ്ജക്റ്റുകളായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി ചിലപ്പോൾ എനിക്കിഷ്ടമാണ്, ചിലപ്പോൾ എനിക്ക് ഫിസിക്സൊക്കെ പഠിക്കുന്നതാണ്. അപ്പം പക്ഷേ എനിക്ക് ഭൂരിഭാഗം സമയം എപ്പോഴും തോന്നുന്നത് ബയോളജി പഠിക്കാനായിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാറിൻ്റെ ക്ലാസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകും. ബഷീർ സാറിനാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈറ്റിലെ സാറാണ്. അപ്പോൾ നീറ്റ് ഫാക്കൽറ്റിയാണ് കേട്ടോ ഇത്. +2 വരെ നമുക്ക് അത്രയ്ക്ക് +2 ചാനൽ വന്നിട്ടില്ല. പക്ഷേ നീറ്റ് ഒരു 2 തവണ എങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. AD സാർ ഇല്ലാത്തപ്പം 2 തവണ എങ്ങോട്ട് AD സാറാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കുറേ ഞാൻ സൈലത്തിൻ്റെ കാണാറില്ലായിരുന്നു ബയോളജി, പക്ഷേ ലാസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ സാറിൻ്റെ പേര് അത്ര ക്ലിയർ അല്ല. ഞാൻ എപ്പോഴും എക്സാമിനറിനാണ് ഇത് കാണാറുള്ളത്, ലൈവ് കാണാറുള്ളത് കേട്ടോ, ബയോളജിയുടെ മാത്രം. ആകെ ബയോളജി മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ക്ലിയർ ആകുന്നില്ല ബാക്കി സബ്ജക്റ്റൊന്നും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ചിലതൊക്കെ മനസ്സിലാവും, പക്ഷേ ചിലതൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് ക്ലിക്ക് ആകില്ല. പക്ഷേ ബയോളജി ആകുമ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 6-7 എണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ആവും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ബയോളജി മാത്രം അത്രയ്ക്ക് ഇതാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ 2 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡിമോട്ടിവേറ്റ് ആയി പോകും. അപ്പം നീറ്റ് എഴുതുന്നതിനൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമല്ലോ എന്ന് ഞാൻ കുറേ തവണ ആലോചിക്കാറുണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കല്ലേ. പക്ഷേ വെക്കേഷൻ ആയത് കാരണം അത് അടിച്ച് പൊളിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവരും അതെ. എന്നാലും ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുറച്ചൊക്കെ പഠിക്കണം, അറ്റ്ലീസ്റ്റ് പാസ് മാർക്കെങ്കിലും വാങ്ങിക്കണമല്ലോ നീറ്റിന്. അതുകൊണ്ട് കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഇടയ്ക്ക് കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ഏതോ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു, കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഞാൻ ഓർക്കുക.